ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ 100% അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുമായി ഇരു രാജ്യങ്ങൾക്കുമുള്ള വ്യാപാര നയതന്ത്ര ബന്ധത്തിന് തടയിടാനുള്ള നീക്കമാണിത്. റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയ്ക്കുമേൽ തീരുവ ചുമത്തിയതെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്താൻ ട്രംപിന് അവകാശമില്ലെന്ന ഹർജി അതിവേഗ ബെഞ്ചിൽ പരിഗണിക്കാൻ യുഎസ് സുപ്രീം കോടതി തീരുമാനിച്ചു. റഷ്യയ്ക്കെതിരെ രണ്ടാംഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിരുന്നു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനാണ് ഇത് സംബന്ധിച്ച് ട്രംപ് സൂചന നൽകിയത്. എന്നാൽ ഉപരോധം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായിരുന്നില്ല. റഷ്യയ്ക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുൻപും മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെ തുടർന്ന് പിന്തിരിയുകയായിരുന്നു. സമാധാന ചർച്ചയിൽ പുരോഗതിയില്ലാത്തതിനെ തുടർന്നാണ് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത്. കീവ് യുക്രൈനിലെ പെൻഷൻ വിതരണ കേന്ദ്രത്തിൽ റഷ്യയുടെ മിസൈൽ പതിച്ച് 23 പേർക്ക് ദാരുണാന്ത്യം, 18 പേർക്ക് പരിക്കേറ്റു. കിഴക്കൻ യുക്രൈനിലെ യാരോവയിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്താണ് മിസൈൽ ആക്രമണമുണ്ടായത്. നിരപരാധികളായ സാധാരണക്കാരെയാണ് റഷ്യ കൂട്ടക്കുരുതി ചെയ്തതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി ആരോപിച്ചു. മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതിന്റെ ചിത്രം സെലൻസ്കി സമൂഹമാധ്യമത്തിലൂടെ പുറത്തുവിട്ടു. റഷ്യ നടത്തുന്ന ക്രൂരതയെപ്പറ്റി ലോകം നിശബ്ദത പാലിക്കരുതെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു. യുഎസും യൂറോപ്പും ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ റഷ്യ പ്രതികരിച്ചിട്ടില്ല. ആക്രമണം ശക്തമായി തുടരുമെന്ന് വ്യക്തമാക്കി ഗാസ സിറ്റിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിയാൻ പലസ്തീൻകാരോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു. മുന്നറിയിപ്പ് നോട്ടീസുകൾ സേനാവിമാനങ്ങൾ വിതറി. ആക്രമണങ്ങളിൽ 83 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. പട്ടിണി മൂലം 6 പേരും മരിച്ചു. യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസ സിറ്റിയിൽ ശേഷിച്ച വീടുകളും ബഹുനില കെട്ടിടങ്ങളും കൂടി ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. 3 ദിവസത്തിനിടെ ബോംബിംഗിൽ വീടുകളടക്കം 209 കെട്ടിടങ്ങൾ തകർന്നതായി അധികൃതർ വ്യക്തമാക്കി. 30 ബഹുനില കെട്ടിടങ്ങൾ തകർത്തെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്. ഈ കെട്ടിടങ്ങൾ ഹമാസ് താവളങ്ങളാണെന്ന് ആരോപിച്ചാണ് നടപടി. നേരത്തെ ഗാസ സിറ്റിയിലെ ചില മേഖലകളിൽ നിന്ന് ഒഴിയാനാണ് സൈന്യം ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ ഗാസ സിറ്റി പൂർണ്ണമായി ഒഴിയാനുള്ള നിർദ്ദേശമാണ് ഇന്നലെ നൽകിയത്. യുദ്ധത്തിനു മുൻപ് ഗാസയിൽ ഏറ്റവുമധികം ആളുകൾ താമസിച്ചിരുന്ന മേഖലയാണ് ഗാസ സിറ്റി. നിലവിൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞ ദക്ഷിണ ഗാസയിലെ അൽ മവാസി മേഖലയിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളാനാവില്ലെന്ന് യുഎൻ ഏജൻസികൾ പറഞ്ഞു. അഭയാർത്ഥികൾക്കായുള്ള യുഎന്നിന്റെ 86,000 താൽക്കാലിക കൂടാരങ്ങൾ ഇസ്രായേൽ അനുമതി നൽകാത്തതുമൂലം ഗാസയിൽ എത്തിക്കാനുമായിട്ടില്ല. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ 64,653 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ അവരോധം ലംഘിച്ച് ഗാസയിൽ സഹായമെത്തിക്കാൻ ബാർസിലോണ തുറമുഖത്തുനിന്ന് പുറപ്പെട്ട് സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ ട്യൂൻബർഗിന്റെ നേതൃത്വത്തിലുള്ള ഫ്ലോട്ടില്ല സംഘത്തിന്റെ പ്രധാന ബോട്ടിന് നേരെ ടുണീഷ്യ തുറമുഖത്ത് ഡ്രോൺ ആക്രമണം. ബോട്ടിലുണ്ടായിരുന്ന 6 ആക്ടിവിസ്റ്റുകളും സുരക്ഷിതരാണ്. അതേസമയം ഡ്രോൺ ആക്രമണ വാർത്ത നിഷേധിച്ച ടുണീഷ്യ ആഭ്യന്തര മന്ത്രാലയം ബോട്ടിനുള്ളിൽ നിന്നാണ് തീ പടർന്നതെന്നും അവകാശപ്പെട്ടു. ബോട്ട് ഭാഗികമായി കത്തിനശിച്ചു. കഴിഞ്ഞ ജൂണിൽ ഗ്രേറ്റോയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട കപ്പൽ ഗാസയിലെത്തും മുൻപേ ഇസ്രായേൽ പിടിച്ചെടുത്ത് ആക്ടിവിസ്റ്റുകളെ മടക്കി അയച്ചിരുന്നു. 44 രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളാണ് ഫ്ലോട്ടില്ല സംഘത്തിലുള്ളത്. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റേതാണെന്നും തന്റെ തീരുമാനമല്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹമാസിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെന്ന് യുഎസ് സൈന്യം ട്രംപ് ഭരണകൂടത്തെ രാവിലെ അറിയിച്ചു. ദുർഭാഗ്യവശാൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലായിരുന്നു ആക്രമണം. സമാധാനം സ്ഥാപിക്കാൻ ഞങ്ങളോടൊപ്പം വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും അപകടസാധ്യതകൾ ധീരമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു പരമാധികാര രാജ്യവും യുഎസിന്റെ അടുത്ത സഖ്യകക്ഷിയുമായ ഖത്തറിനുള്ളിൽ ഏകപക്ഷീയമായി ബോംബാക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെയോ യുഎസിന്റെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകില്ല. എങ്കിലും ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവരുടെ കഷ്ടതകളിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന ഹമാസിനെ തുടച്ചുമാറ്റുന്നത് ഉചിതമായ ലക്ഷ്യമാണ്. ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഖത്തറിന് മുന്നറിയിപ്പ് നൽകാൻ ഉടൻ തന്നെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അത് അദ്ദേഹം നിറവേറ്റി. ദുർഭാഗ്യവശാൽ ആക്രമണം തടയാൻ കഴിയാത്ത വിധം വൈകിപ്പോയിരുന്നു. യുഎസിന്റെ സഹിക്കാത്ത സഖ്യകക്ഷിയും സുഹൃത്തുമായി ഖത്തറിനെ കാണുന്നു. കൂടാതെ ആക്രമണം നടന്ന സ്ഥലത്തെക്കുറിച്ച് എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. എല്ലാ ബന്ധരികളെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും വിട്ടുകെട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ യുദ്ധം ഉടൻ അവസാനിക്കണം. ആക്രമണത്തിന് പിന്നാലെ ബെന്യാമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു. സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞു. ഈ ദുർഭാഗ്യകരമായ സംഭവം ഒരു സമാധാനത്തിനുള്ള അവസരമായി മാറിയേക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഖത്തർ അമീർ ഷേഖ് തമീം ബിൻ ഹമദ് അൽ താലിയും ഖത്തർ പ്രധാനമന്ത്രി ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായും ഫോണിൽ സംസാരിച്ചു. ഞങ്ങളുടെ രാജ്യത്തോടുള്ള അവരുടെ പിന്തുണയ്ക്കും സൗഹൃദത്തിനും ഞാൻ നന്ദി അറിയിച്ചു. അവരുടെ മണ്ണിൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കില്ലെന്ന് ഞാൻ അവർക്ക് ഉറപ്പു നൽകി. ഖത്തറുമായുള്ള പ്രതിരോധ സഹകരണ കരാർ അന്തിമമാക്കാൻ ഞാൻ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് നിർദ്ദേശം നൽകി എന്നും ട്രംപ് കുറിച്ചു. നേപ്പാളിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനും സുരക്ഷാ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചുചേർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാളിലെ സംഭവവികാസങ്ങൾ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തുവെന്ന് മോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. നേപ്പാളിലെ അക്രമങ്ങൾ ഹൃദയഭേദകമാണെന്ന് മോദി പറഞ്ഞു.
നേപ്പാളിലെ അക്രമങ്ങൾ ഹൃദയഭേദകമാണ്. മനുഷ്യനെ ഒരുപാട് യുവാക്കൾക്ക് ജീവൻ നഷ്ടമായതോർത്ത് എനിക്ക് ദുഃഖമുണ്ട്. നേപ്പാളിന്റെ സ്ഥിരത, സമാധാനം, സമൃദ്ധി ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധാനത്തെ പിന്തുണയ്ക്കാൻ നേപ്പാളിലെ എന്റെ എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു. സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചതോടെയാണ് നേപ്പാളിൽ യുവജന പ്രക്ഷോഭം ആരംഭിച്ചത്. കലാപത്തിൽ 19 പേർ കൊല്ലപ്പെടുകയും 300 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. സമൂഹമാധ്യമങ്ങളുടെ വിലക്ക് പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭം 2ാം ദിനവും മാറ്റമില്ലാതെ തുടർന്നതോടെയാണ് രാജി. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, യൂട്യൂബ് അടക്കം 16 സമൂഹമാധ്യമ സൈറ്റുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച സർക്കാർ നിരോധിച്ചതോടെയാണ് നേപ്പാളിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. IT വാർത്താവിനിമയ മന്ത്രാലയത്തിൽ സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ പാലിക്കാതെ വന്നതോടെയാണ് സർക്കാർ നടപടിയെടുത്തത്. ഇസ്രായേൽ ആക്രമണം നടക്കുമെന്ന് ഖത്തറിന് മുന്നറിയിപ്പ് നൽകാൻ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമതലപ്പെടുത്തിയിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് അറിയിച്ചു. ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ദുർഭാഗ്യകരമാണെന്ന് പ്രസിഡന്റ് ട്രംപ് കരുതുന്നുവെന്നും പ്രസിഡന്റ് ട്രംപ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി എന്നിവരുമായി സംസാരിച്ചുവെന്നും കാരലിൻ ലെവിറ്റ് പറഞ്ഞു. ഖത്തറിന്റെ മണ്ണിൽ ഇത്തരമൊരു സംഭവം ഇനി ആവർത്തിക്കില്ലെന്ന് ഖത്തർ അമീറിന് ട്രംപ് ഉറപ്പു നൽകി. ഇസ്രായേൽ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അഭിനന്ദിച്ച ഖത്തർ, ഇസ്രായേലിന്റേത് തെമ്മാടിത്തരമാണെന്നും ഇസ്രായേൽ മധ്യപൂർവ്വ മേഖലയെ സ്ഥിരം സംഘർഷഭൂമിയാക്കുകയാണെന്നും പറഞ്ഞുവെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെയുള്ള കടന്നുകയറ്റത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും ഖത്തർ വ്യക്തമാക്കി. ആക്രമണം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന യുഎസിന്റെ അവകാശവാദം തള്ളിയ ഖത്തർ, സ്ഫോടന ശബ്ദം കേട്ട ശേഷമാണ് സന്ദേശം എത്തിയതെന്നും വ്യക്തമാക്കി. ഖത്തർ അതിന്റെ സുരക്ഷ സംരക്ഷിക്കാനും പരമാധികാരം നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ഖത്തർ അമീർ അറിയിച്ചതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുകേസിൽ മഞ്ചേശ്വരം മുൻ MLA-യും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന MC കമറുദ്ദീന് ജാമ്യം. ഫാഷൻ ഗോൾഡ് ചെയർമാൻ കൂടിയായ കമറുദ്ദീന് പുറമെ മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയ തങ്ങൾക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പ്രതികൾക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണ നിരോധന നിയമ PMLA-യുടെ പരിധിയിൽ വരില്ലെന്ന് പ്രഥമദൃഷ്ട്യാ വിലയിരുത്തിക്കൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇരുവർക്കുമെതിരെയുള്ള കേസുകളിൽ IPC 420 എന്ന വഞ്ചനാ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഒരു കാര്യത്തിൽ വാഗ്ദാനം നൽകുന്നത് എന്നതാണ് IPC 420ന്റെ പരിധിയിൽ വരുന്നത്. തുടക്കം മുതൽ മനഃപൂർവ്വം വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല എങ്കിൽ കരാർ ലംഘനം വഞ്ചനാക്കുറ്റത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് മുൻ കോടതി ഉത്തരവുകളുണ്ട്. അതുകൊണ്ടുതന്നെ നിക്ഷേപിച്ചതോ ശേഖരിച്ചതോ ആയ പണം തിരികെ നൽകിയില്ല എന്നത് വഞ്ചനാക്കുറ്റത്തിന്റെ പരിധിയിൽ വരില്ല. എന്നാൽ അത് ബഡ്സ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ബഡ്സ് നിയമത്തിന്റെ പരിധിയിലാണെങ്കിലും PMLA ബാധകമാകില്ല. അതുകൊണ്ട് പ്രതികൾക്കെതിരെയുള്ള കുറ്റം കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിന് കാരണമൊന്നും കാണുന്നില്ല എന്ന് കോടതി വിലയിരുത്തി. മാത്രമല്ല, ഏപ്രിൽ 7-ന് ED അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതികൾ 155 ദിവസമായി ജയിലിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 110 ദിവസം ഇവർ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 265 ദിവസം ജയിൽവാസം അനുഭവിച്ച സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വീണ്ടും സൂക്ഷിക്കേണ്ടതില്ല. ഇതിനു പുറമെ ഈ കേസിൽ അടുത്ത കാലത്തൊന്നും വിചാരണ ആരംഭിക്കാനോ അത് പൂർത്തിയാകാനോ സാധ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. വൻ ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. കമറുദ്ദീൻ, പൂക്കോയ തങ്ങൾ ഉൾപ്പെടെ 29 പേരെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ, കാസർകോട് ജില്ലകളിലായി 168 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ മുഖ്യപ്രതികളുടെ 20 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് EDയും കേസെടുത്തത്. 20 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. കോടതിയോട് വിഷം നൽകാൻ ആവശ്യപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട കന്നഡ നടൻ ദർശൻ സൂര്യപ്രകാശം കണ്ടിട്ട് ദിവസങ്ങളായി എന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. രേണുകാസ്വാമി കൊലപാതക കേസിലെ വാദം കേൾക്കുന്നതിനിടെ വീഡിയോ കോൺഫറൻസിംഗ് വഴി സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയിൽ ഹാജരായ ദർശൻ തന്റെ കൈകളിൽ ഫംഗസ് ബാധിച്ചതായും പറഞ്ഞു. തന്റെ വസ്ത്രങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നുണ്ട്. ജയിലിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്നും ദർശൻ പറഞ്ഞു. കുറ്റപത്രം സമർപ്പിക്കുന്നതിനായി കോടതി കേസ് സെപ്റ്റംബർ 19 മാറ്റി. കർണാടക ഹൈക്കോടതി നടന് നൽകിയ ജാമ്യം സുപ്രീം കോടതി കഴിഞ്ഞ മാസം റദ്ദാക്കിയിരുന്നു. ദർശനുമായി അടുപ്പമുണ്ടായിരുന്ന നടി പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയക്കുന്നതിന്റെ പേരിൽ ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ദർശൻ അറസ്റ്റിലായത്. തുടർന്ന് 2024 ഒക്ടോബർ 30-ന് കർണാടക ഹൈക്കോടതി ദർശന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. കാലിന് ശസ്ത്രക്രിയ നടക്കാനായിരുന്നു ജാമ്യം. ദർശന് ബംഗളൂരു ജയിലിൽ VIP പരിഗണന നൽകുന്നത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഗുണ്ടകൾക്കൊപ്പം പുറത്തെ കസേരയിലിരുന്ന് കയ്യിൽ സിഗരറ്റുമായി കാപ്പി കുടിച്ച് വിശ്രമിക്കുന്ന ദർശന്റെ ചിത്രങ്ങളാണ് പുറത്തായത്. ലഹരിമരുന്നു വിൽപ്പന നടത്തിയതിനെ സ്ഥാനത്താദ്യമായി യുവതിക്ക് കരുതൽ തടങ്കൽ. ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ കണ്ടങ്കാളി മുല്ലക്കോട് C. നിഖിലയെയാണ് ബംഗളൂരുവിൽ നിന്നും തളിപ്പറം എക്സൈസ് സംഘം പിടികൂടിയത്.
ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് അറസ്റ്റ്. നിഖിലയെ തിരുവനന്തപുരത്തെത്തിച്ച് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. പിറ്റ് NDPS നിയമപ്രകാരമാണ് നിഖിലയെ അറസ്റ്റ് ചെയ്തത്. ഈ നിയമപ്രകാരം സ്ഥിരമായി ലഹരിമരുന്ന് കടത്തുന്നവരെ 6 മാസം തടങ്കലിൽ വയ്ക്കാം. ഈ വർഷം ഫെബ്രുവരിയിൽ 4 ഗ്രാം മെത്താഫിറ്റമിനുമായി നിഖിലയെ വീട്ടിൽ നിന്ന് പിടികൂടിയിരുന്നു. 2023-ൽ 2 കിലോ കഞ്ചാവുമായും നിഖിലയെ അറസ്റ്റ് ചെയ്തിരുന്നു. ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നിഖില ബുള്ളറ്റ് ലേഡി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബുള്ളറ്റ് യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് ലഹരിമരുന്ന് വിൽപ്പനയിലേക്ക് തിരിഞ്ഞതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേരള പോലീസിന്റെയും ബംഗളൂരു പോലീസിന്റെയും സഹായത്തോടെ തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S. സതീഷും സംഘവുമാണ് ഒളിവിൽ കഴിയുകയായിരുന്ന നിഖിലയെ അറസ്റ്റ് ചെയ്തത്. പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ ശ്രമിച്ച ഇന്ത്യ സംഘത്തിന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടി. ജയസാധ്യതയില്ലായിരുന്നെങ്കിലും 324 വോട്ട് നേടുമെന്നായിരുന്നു ഇന്ത്യ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ഇന്ന് വൈകിട്ടും 315 വോട്ടുകൾ നേടും എന്നാണ് നേതാക്കൾ പറഞ്ഞത്. പ്രതിപക്ഷത്തെ 315 MPമാർ വോട്ട് ചെയ്തതായി കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് എക്സിൽ കുറിക്കുകയും ചെയ്തു. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നേടിയത് ആകെ 300. 15 വോട്ടുകൾ ചോർന്നതിനെപ്പറ്റിയുള്ള ചർച്ച വരും ദിവസങ്ങളിലും തുടരും. എതിർപ്പാളയത്തിൽ നിന്നുൾപ്പെടെ വോട്ട് നേടിയാണ് CP രാധാകൃഷ്ണന്റെ വിജയം. ഇന്ത്യ സംഘത്തിൽ നിന്നും വോട്ട് ലഭിക്കുമെന്ന് നേരത്തെ BJP ക്യാമ്പ് അവകാശപ്പെട്ടിരുന്നു. YSR കോൺഗ്രസിന്റേതുൾപ്പെടെ 439 വോട്ട് മാത്രമായിരുന്നു NDA പ്രതീക്ഷിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയടക്കമാണ് ഇന്ത്യ സംഘം പരമാവധി 324 വോട്ട് പ്രതീക്ഷിച്ചത്. BRS, BJD, അകാലിദളി തുടങ്ങിയവർ ഉൾപ്പെടെ വോട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇവരും സ്വതന്ത്രരുമടക്കം 13 MPമാരാണ് വോട്ട് രേഖപ്പെടുത്താതിരുന്നത്. ഒരാൾ പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും വരണാധികാരി അംഗീകരിച്ചില്ല. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ കുറഞ്ഞ ബഹുമതിയാണ് രാധാകൃഷ്ണന്റേത്. 2002-ൽ ഭൈരോൺ സിംഗ് സെഖാവത്ത് നേടിയ 149 വോട്ടായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്നു കുറഞ്ഞ ബഹുമതി. മാംഗ്ലൂർ തിരുവനന്തപുരം റൂട്ടിൽ 20 കോച്ചുള്ള വന്ദേഭാരത് സർവീസ് ആരംഭിക്കുമ്പോൾ ഓടിക്കൊണ്ടിരുന്ന 16 കോച്ച് വന്ദേഭാരത് റേക്ക് മധുര ഡിവിഷന് നൽകും. ഇതോടെ മധുര ഡിവിഷന് 4 വന്ദേഭാരത് ട്രെയിനുകളാകും. എന്നാൽ ഈ റേക്ക് ഉപയോഗിച്ച് എറണാകുളം ബംഗളൂരു വന്ദേഭാരത് പുനരാരംഭിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. റൂട്ടിൽ സർവീസിന് തടസ്സങ്ങളില്ലാതിരിക്കെ ട്രെയിൻ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഇടപെടുന്നില്ല. മധുരയിൽ നിന്നുള്ള വന്ദേഭാരതിന് ബംഗളൂരു കന്റോൺമെന്റിൽ സ്ഥലം നൽകാനാണ് കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന എറണാകുളം ബംഗളൂരു വന്ദേഭാരത് നിർത്തലാക്കിയത്. തമിഴ്നാടിന്റെ ആവശ്യം നേടാൻ അവിടുത്തെ കേന്ദ്രഭരണ കക്ഷി നേതാക്കൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ഇടപെടുകയും ചെയ്തപ്പോൾ കേരളത്തിലെ നേതാക്കൾ അത് നിവേദനത്തിൽ ഒതുക്കുകയും ചെയ്തു. സിയാച്ചിൻ ബേസ് ക്യാമ്പിലുണ്ടായ വൻ ഹിമപാതത്തിൽ 3 സൈനികർക്ക് വീരമൃത്യു. ശിപായി മോഹിത് കുമാർ, അഗ്നിവീർ നീരജ് കുമാർ ചൌധരി, അഗ്നിവീർ ധാബി രാകേഷ് ദേവഭായ് എന്നിവർക്കാണ് വീരമൃത്യു. അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. നിയന്ത്രണരേഖയുടെ വടക്കേ അറ്റത്ത് ഏകദേശം 20,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ഗ്ലേസിയറിൽ ഹിമപാതങ്ങൾ സാധാരണമാണ്. ഇവിടെ താപനില -60°C വരെ താഴാറുണ്ട്. 2021-ൽ സിയാച്ചിനിലെ ഹനീഫ് സബ് സെക്ടറിലുണ്ടായ ഹിമപാതത്തിൽ 2 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 6 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മറ്റു സൈനികരെയും പോർട്ടർമാരെയും രക്ഷപ്പെടുത്തിയിരുന്നു. 2019-ലുണ്ടായ മറ്റൊരു വലിയ ഹിമപാതത്തിൽ 4 സൈനികരും 2 പോർട്ടർമാരും മരിച്ചിരുന്നു. 18,000 അടി ഉയരത്തിലുള്ള ഒരു പോസ്റ്റിന് സമീപം പട്രോളിംഗ് നടത്തുകയായിരുന്ന 8-അംഗ സൈനിക സംഘമാണ് അന്ന് ഹിമപാതത്തിൽ അകപ്പെട്ടത്. US-ന്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അനുമതിയോടെയാണ് ഖത്തറിൽ ഇസ്രയേലിന്റെ ആക്രമണമെന്ന് റിപ്പോർട്ട്. ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേലി ചാനൽ 12 ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 2 ദിവസം മുൻപ് ട്രംപ് ഹമാസിനു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും ട്രംപ് പറയുകയുണ്ടായി. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ US എംബസി പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ US പൗരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം. US പൗരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും എംബസി അറിയിച്ചു. ആക്രമണം ഖത്തറിലെ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല. സർവീസുകൾ സാധാരണ നിലയിൽ നടക്കുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി. വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി എത്തിയ നേതാക്കളെയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടതെന്നാണ് ഹമാസിന്റെ ആരോപണം. ആദ്യമായാണ് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തുന്നത്. ഖത്തറിനു പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി. ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തെ UAE അപലപിച്ചു. ഖത്തറിനു പൂർണ്ണ പിന്തുണയെന്ന് UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള
ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണമെന്നാണ് വിവരം. ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ട ഹമാസ് നേതാക്കൾ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇലക്ട്രിക് ലൈനിൽ മുട്ടി വിദ്യാർത്ഥിക്ക് ഗുരുതര പരുക്ക്. ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് സംഭവം. വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന പെട്രോൾ ടാങ്ക് കയറ്റിവന്ന ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറുന്നതിനിടെ OHC ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ 2ാം വർഷ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അദ്വൈത് എന്ന 17 വയസ്സുകാരനാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. എറണാകുളം കുമ്പളം സ്വദേശിയാണ്. ഗുരുതരമായി പൊള്ളലേറ്റ അദ്വൈതിന്റെ ശരീരത്തിലും വസ്ത്രത്തിലും തീ പിടിച്ചതോടെ നാട്ടുകാർ ചേർന്ന് തീ തല്ലിക്കെടുത്തുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SDPI നേതാവ് സലാഹുദ്ദീന്റെ ചരമദിനം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിന്റെ ദൃശ്യം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സംഭവത്തിൽ കണ്ണമം പോലീസ് സ്വമേധയാ കേസെടുത്തു. ദുർഗാനഗർ ചുണ്ടയിൽ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. 1000 നഷ്ടങ്ങൾക്കിടയിലും കണ്ണൂർ സ്വയം സേവകർ മനസ്സറിഞ്ഞു സന്തോഷിച്ച ദിനം തുടങ്ങിയ വാചകങ്ങളോടെയാണ് വീഡിയോ പ്രചരിപ്പിച്ചത്. അഭിമാനം കണ്ണവം സ്വയം സേവകർ എന്നെഴുതിയ കേക്ക് മുറിച്ചാണ് ആഹ്ലാദം നടത്തിയത്. 2020-ലാണ് സലാഹുദ്ദീൻ കൊല്ലപ്പെട്ടത്. 5ാം ചരമവാർഷികമായ ഇന്നലെയാണ് ആഘോഷം നടത്തിയത്. രാഷ്ട്രീയ സംഘർഷമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സമൂഹദ്രോഹികൾ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് FIR-ൽ പറയുന്നത്. സംസ്ഥാനത്തൊട്ടാകെ പോലീസ് ക്രൂരതകളുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്നുവരുന്നത് ആലപ്പുഴ DYSP MR മധു ബാബുവിനെതിരെയാണ്. കസ്റ്റഡിയിലെടുക്കുന്നവരെ അടിച്ചു ചതയ്ക്കും, ശരീരത്തിൽ ചൊറിയണം തേക്കും, പോലീസ് വയർലെസ് വെച്ച് നെഞ്ചിലെറിയും, അടിച്ച് ചെവിയുടെ ഡയഫ്രം പൊട്ടിക്കും, ഇങ്ങനെ നീളുന്നു പരാതികൾ. ഇതൊക്കെയാണെങ്കിലും വലിയ സ്വാധീനമാണ് പോലീസ് തലപ്പത്തും സർക്കാർ തലപ്പത്തും മധുവിനുള്ളത്. കസ്റ്റഡി മർദ്ദനത്തിന് കോടതി ശിക്ഷിച്ചിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് SP റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. 2006-ൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ജീപ്പിൽ വിവസ്ത്രനാക്കി ശരീരത്തിൽ ചൊറിയണം തേക്കുകയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ കോടതി ശിക്ഷിച്ച മധുബാബു പോലീസ് സംഘടനയുടെ നേതാവും കൂടിയാണ്. DYSPയുടെ സംഘടനയായ സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററാണ് മധു. പോലീസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രവർത്തനം മെച്ചപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം നൽകാൻ ഓഗസ്റ്റ് 26-ന് മുഖ്യമന്ത്രിയെ കണ്ട ഭാരവാഹി സംഘത്തിലും മധു ഉണ്ടായിരുന്നു. 2016-ൽ മധുവിനെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ റിപ്പോർട്ട് അവഗണിച്ച് മധുവിന് ഉദ്യോഗ കയറ്റം നൽകുകയും ചെയ്തിരുന്നു. അടുത്ത വർഷം മധുവിനെ SP ആയി നിയമനം ലഭിക്കാൻ 2025-ലെ സീനിയോറിറ്റി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അന്വേഷണങ്ങൾ സംബന്ധിച്ച ഒരു കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടില്ല. 2006 ഓഗസ്റ്റിൽ മധു ചേർത്തല SI ആയിരിക്കെയാണ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി മർദ്ദിക്കുകയും ചൊറിയണം ശരീരത്തിൽ തേക്കുകയും ചെയ്തു എന്ന പരാതിയുയർന്നത്. 18 വർഷത്തിനു ശേഷം കഴിഞ്ഞ വർഷം മധുവിന് ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1 മാസം തടവും 1000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. പള്ളിപ്പുറം നികർത്തിൽ സിദ്ധാർത്ഥിനായിരുന്നു പരാതി. വീട്ടിന് സമീപത്തെ കയർ ഫാക്ടറിയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥും ഫാക്ടറി ഉടമയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഫാക്ടറി ഉടമയുടെ പരാതിയിൽ മധുബാബുവും ASI മോഹനും ചേർന്ന് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിലിട്ടു മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. മധുവിന്റെ ക്രൂരതയെപ്പറ്റി പരാതിപ്പെട്ടവരുടെ കൂട്ടത്തിൽ SFI നേതാവുമുണ്ട്. 2012-ൽ മധു കൊന്നി CI ആയിരിക്കെ അടിച്ച് ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ചുവെന്ന പരാതി ഉയർത്തിയത് പത്തനംതിട്ടയിലെ മുൻ SFI നേതാവ് ജയകൃഷ്ണനാണ്. കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ ചെയ്തുവെന്നും ജയകൃഷ്ണൻ പറഞ്ഞിരുന്നു. ജയകൃഷ്ണനെ മർദ്ദിച്ച കേസിൽ പത്തനംതിട്ട SP ആയിരുന്ന ഹരിശങ്കർ മധുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടി വേണമെന്നും ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും അനുകൂല വിധി നേടിയ മധു പിന്നീട് സ്ഥാനക്കയറ്റം ഉറപ്പാക്കുകയായിരുന്നു. 2014-ൽ വിവാഹമോചന കേസിൽ മധുബാബു വീട്ടിൽ കയറി ചെവി ഇടിച്ചു പൊട്ടിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചത് അഭിഭാഷകനായ പ്രശാന്ത് കുറുപ്പാണ്. മധുവിനെതിരെ ഒട്ടനവധി ആരോപണം നേരിട്ടിട്ടും ആലപ്പുഴ DYSP ആയി നിയമിച്ചത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണെന്നാണ് ആക്ഷേപം. മലങ്കര സ്വദേശി VK മുരളീധരനാണ് ഏറ്റവും ഒടുവിൽ പരാതി ഉന്നയിച്ചത്. മധു തൊടുപുഴ DYSP ആയിരിക്കെ ഓഫീസിൽ വച്ച് മർദ്ദിച്ചുവെന്നും ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും മുരളീധരൻ ആരോപിച്ചു. ഡിസംബറിൽ പരാതി നൽകാൻ ഓഫീസിലെത്തിയപ്പോഴായിരുന്നു പരാക്രമം. വയർലെസ് വെച്ച് എറിഞ്ഞുവെന്നും നെഞ്ചത്തും ചെവിക്കല്ലിനും അടിച്ചുവെന്നും തുടർന്ന് കസേരയോടെ മറിഞ്ഞു വീണുമെന്നും മുരളീധരൻ പറയുന്നു. കണ്ടുനിന്ന പോലീസുകാർ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടും DYSP നെഞ്ചത്ത് ചവിട്ടിയെന്ന് മുരളീധരൻ പറയുന്നു. പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും
കാര്യമില്ലാതെ വന്നതോടെ മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ദോഹ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. അവരെ ലക്ഷ്യമിട്ട് ഞങ്ങളൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7-നുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതോ എന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. ഗവർണർ CP രാധാകൃഷ്ണൻ 67 തിരഞ്ഞെടുക്കപ്പെട്ടു. 767 പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ 452 വോട്ട് നേടി. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ട് ലഭിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള തലമുതിർന്ന BJP നേതാവായ CP രാധാകൃഷ്ണൻ RSS, ജനസംഘം എന്നിവയിലൂടെയാണ് പൊതുരംഗത്തെത്തിയത്. BJP തമിഴ്നാട് ഘടകം മുൻ പ്രസിഡന്റാണ്. തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2020 മുതൽ 2 വർഷം കേരളത്തിലെ BJPയുടെ പ്രഭാരിയായിരുന്നു. കയർ ബോർഡ് മുൻ ചെയർമാനാണ്. ജാർഖണ്ഡ് ഗവർണർ സ്ഥാനത്തു നിന്നാണ് CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായത്. തെലങ്കാനയുടെ അധിക ചുമതലയും വഹിച്ചിരുന്നു. ജൂലൈ 21-നാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ചത്. അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ. എന്നാൽ ഇതിനൊരു സമയം നിശ്ചയിക്കണമെന്നും നിയമനിർമ്മാണത്തിലുള്ള തുടക്ക നടപടികളെങ്കിലും നടപ്പാക്കാനും കോടതി നിർദ്ദേശിച്ചു. അടിയന്തര നടപടികൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസൻ ബലാജി എന്നിവരടങ്ങിയ ബെഞ്ച് ആരാഞ്ഞു. തുടക്കത്തിൽ നിയമനിർമ്മാണ കാര്യത്തിൽ കാര്യമായ താൽപര്യം കാണിക്കാതിരുന്ന സർക്കാർ കോടതി കണ്ണുരുട്ടിയതോടെയാണ് നയം മാറ്റിയത്. ആഭിചാരങ്ങളും ദുർമന്ത്രവാദവും ദുരാചാരങ്ങളും ചെറുക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം നൽകിയ ഹർജിയാണ് കോടതിക്ക് മുൻപാകെയുള്ളത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ എത്രയും വേഗം നിയമനിർമ്മാണം നടത്താനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. അപ്പോഴാണ് ഇതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടോ എന്നും എന്താണ് അടിയന്തര നടപടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കോടതി ആരാഞ്ഞത്. അടിയന്തര നടപടികൾ എന്ന് പറയുന്നതിനൊപ്പം നിയമനിർമ്മാണത്തിനുള്ള ആദ്യ ചുവടുകളെങ്കിലും സ്വീകരിക്കാനും കോടതി പറഞ്ഞു. ഇത്തരമൊരു നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും തങ്ങളുടെ നയപരമായ കാര്യമാണെന്നും കോടതി ഇടപെടൽ ഉണ്ടാവേണ്ടതില്ലെന്നും മുൻപ് കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ അറിയിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ തന്നെ അന്ധവിശ്വാസങ്ങളും ദുരാചാര പ്രക്രിയകളും അംഗീകരിച്ചു നൽകുകയാണോ എന്നായിരുന്നു അന്ന് കോടതി പ്രതികരിച്ചത്. ഇതോടെ നിയമനിർമ്മാണം സജീവ പരിഗണനയിലാണെന്ന് വ്യക്തമാക്കി സർക്കാർ അധിക സത്യവാങ്മൂലം നൽകുകയായിരുന്നു. നേപ്പാളിൽ ഭരണമാറ്റം ആവശ്യപ്പെട്ടു നടക്കുന്ന യുവജന പ്രക്ഷോഭത്തിനിടയിൽ ധനമന്ത്രി ബിഷ്ണു പ്രസാദ് പൗഡേലിനെ പ്രക്ഷോഭകാരികൾ തെരുവിലൂടെ ഓടിച്ചിട്ട് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കഠ്മണ്ഡുവിലെ തെരുവിലൂടെ പൗഡേലിനെ ഓടിക്കുന്ന ആൾക്കൂട്ടം അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തുന്നതും അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടുമ്പോൾ പിന്തുടർന്ന് മർദ്ദിക്കുന്നതും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി KP ശർമ്മ ഓലിയും മറ്റു മന്ത്രിമാരും രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടും പൗഡേൽ ഇതുവരെ ഔദ്യോഗികമായി രാജിവിവരം പ്രഖ്യാപിച്ചിട്ടില്ല. രാജ്യത്തെ അഴിമതിയും ഭരണാധികാരികളുടെ സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജെൻസി പ്രക്ഷോഭം നടക്കുന്നത്. സമരക്കാരുടെ പ്രധാന നോട്ടപ്പുള്ളികളിൽ ഒരാളും കൂടിയാണ് ബിഷ്ണു പ്രസാദ് പൗഡേൽ. രാജ്യത്തെ പണപ്പെരുപ്പത്തിനും വർദ്ധിക്കുന്ന തൊഴിലില്ലായ്മയ്ക്കും കാരണം പൗഡേലിന്റെ അഴിമതിയും കെടുകാര്യക്ഷമതയുമാണെന്ന് ആരോപണമുണ്ട്. സമൂഹമാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അതിനെ ശക്തമായി പിന്തുണച്ചതിൽ ഒരാളായിരുന്നു പൗഡേൽ എന്നതും പ്രക്ഷോഭകരുടെ രോഷം ഇരട്ടിപ്പിച്ചിരുന്നു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തിരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി ഇടത് സിൻഡിക്കേറ്റ് അംഗം. സെപ്റ്റംബർ 2 ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കുകയും പകരം ചുമതല ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്ക് നൽകുകയും ചെയ്തെന്നാണ് മിനിറ്റ്സിൽ VC രേഖപ്പെടുത്തിയത്. എന്നാൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ കോടതിയുടെ പരിഗണനയിലായതിനാൽ അത്തരത്തിലൊരു തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തിട്ടില്ല എന്നാണ് ഡോക്ടർ ലെനിൻ ലാൽ നൽകിയ പരാതിയിൽ പറയുന്നത്. VC വ്യാജമായി മിനിറ്റ്സ് തയ്യാറാക്കുകയായിരുന്നു, ഇതിൽ വഞ്ചനയും ഗൂഢാലോചനയും ഉണ്ട് എന്നും പരാതിയിൽ പറയുന്നു. VCക്കും അന്ന് രജിസ്ട്രാറുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ മിനി കാപ്പൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ജെൻസി പ്രക്ഷോഭത്തിന്റെ പിന്നിലുള്ളവർ ഉയർത്തിക്കാട്ടുന്നത് കഠ്മണ്ഡു മേയറായ ബാലേന്ദ്ര ഷായെയാണ്.
രാജ്യത്ത് സൈനിക അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ ബാലേന്ദ്ര ഷായെ ഇടക്കാല സർക്കാരിന്റെ തലവനായി നിയമിക്കണമെന്ന ആവശ്യവുമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമായി. ശർമ്മ ഓലി പ്രധാനമന്ത്രി പദം രാജിവെച്ചതിനു പിന്നാലെയാണ് ബാലേന്ദ്ര ഷായെ ഉയർത്തിക്കാട്ടി ക്യാമ്പയിൻ ആരംഭിച്ചത്. സിവിൽ എഞ്ചിനീയറും റാപ്പറുമായിരുന്ന ബാലേന്ദ്ര ഷാ സ്വതന്ത്രനായാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. യുവജനങ്ങളിലിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണിദ്ദേഹം. ബാലേൻ എന്ന പേരിലാണ് ബാലേന്ദ്ര ഷാ യുവജനങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും അറിയപ്പെടുന്നത്. 1990 കഠ്മണ്ഡറിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയത്. ഗായകൻ എന്നതിനൊപ്പം ഗാനരചയിതാവും കൂടിയാണ് ബാലേന്ദ്ര ഷാ. ഹിപ്ഹോപ്പ് സംഗീത ശാഖയിലൂടെ അഴിമതി, അസമത്വം തുടങ്ങിയ വിഷയങ്ങൾക്കെതിരെ അദ്ദേഹം പാട്ടുകൾ എഴുതി ആലപിച്ചു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി 61,000-ലധികം വോട്ടുകൾക്കാണ് മേയർ സ്ഥാനത്തേക്ക് ബാലേന്ദ്ര ഷാ തിരഞ്ഞെടുക്കപ്പെട്ടത്. സമൂഹമാധ്യമങ്ങളിൽ സജീവമായ ബാലേന്ദ്ര ഷാ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളുമായി പതിവായി ആശയവിനിമയം നടത്താറുണ്ട്. ഗൂഗിൾ പേയിലൂടെയും അശ്ലീലം അയക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പയ്യാമ്പലത്ത് ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. VD സതീശനും ഷാഫി പറമ്പിലും നടത്തുന്ന കൊള്ളരുതായ്മകളെല്ലാം രാഹുലിന്റെ മൊബൈൽ ഫോണിലുണ്ട്. ഗർഭഛിദ്രം നടത്താൻ ബംഗളൂരുവിൽ പോയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത്ര തൊലിക്കട്ടി തിരുവനന്തപുരം മൃഗശാലയിലെ കണ്ടാമൃഗത്തിനു പോലുമില്ല എന്നും ജയരാജൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച സ്ത്രീകൾ കോൺഗ്രസ് കുടുംബത്തിലുള്ളവരാണ്. ഒന്നുകിൽ മുൻ MP-യുടെ വീട്ടിലുള്ള ആൾ, അല്ലെങ്കിൽ KPCC മെമ്പറുടെ വീട്ടിലുള്ള ആൾ എന്നും ജയരാജൻ പറഞ്ഞു. പോലീസ് മർദ്ദനം ഒരു കാലത്തും നടക്കാൻ പാടില്ലാത്തതാണ്. LDF ഭരിക്കുമ്പോൾ പോലീസിന് ജനകീയ മുഖമാണ് നൽകാൻ ശ്രമിക്കുന്നത്. അതാണ് ജനമൈത്രി പോലീസ്. പോലീസിൽ മഹാഭൂരിപക്ഷവും നന്മയുടെ മുഖമാണുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചതുകൊണ്ടാണ് അത്തരം മുഖമുണ്ടായത്. പോലീസുകാർ സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതിനെ CPM അപലപിക്കുന്നു. 114 പോലീസുകാരെ LDF സർക്കാർ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോഴത്തെ സംഭവത്തിലും അന്വേഷണം നടത്തി തുടർ നടപടികൾ ഉണ്ടാകും. ചടയൻ ഗോവിന്ദന്റെ കാലത്തുണ്ടായ പോലീസ് വേട്ടയേക്കാൾ വലിയ വേട്ടയാണ് ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്നത് എന്നും MV ജയരാജൻ പറഞ്ഞു. ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി CPM. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ ബാബുവിനെയാണ് മീത്തലെ കുന്നോത്തുപറം ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. നിലവിലെ സെക്രട്ടറി അസൗകര്യത്തോടെ പ്രഖ്യാപിച്ചതോടെ അമൽ ബാബുവിനെയാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അമൽ ബാബുവിനെ തിരിച്ചെടുത്തിരുന്നു. പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയാണ് തിരിച്ചെടുത്തത്. 2024 ഏപ്രിൽ 5 നടന്ന സ്ഫോടനത്തിൽ മുളിയാത്തോട് സ്വദേശി ഷെറിൽ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് DYFI യൂണിറ്റ് ഭാരവാഹിയായിരുന്ന അമൽ ബാബു സ്ഫോടനത്തിന് ശേഷം സ്ഥലത്തുണ്ടായിരുന്ന ബോംബുകൾ ഒളിപ്പിച്ചു വെച്ചുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കേസിൽ അമൽ ബാബു ഉൾപ്പെടെ 12 പേരാണ് പ്രതികൾ. കോഴിക്കോട് സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ നേപ്പാളിൽ നടക്കുന്ന യുവജന പ്രക്ഷോഭത്തിനിടയിൽ കേരളത്തിൽ നിന്നും പോയ വിനോദസഞ്ചാരികൾ കഠ്മണ്ഡുവിൽ കുടുങ്ങി. കോഴിക്കോട് സ്വദേശികൾ ഉൾപ്പെടെയുള്ള മലയാളികളാണ് ഇവിടെ കുടുങ്ങിയത്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി, മുക്കം, കൊടിയത്തൂർ, മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് നേപ്പാളിലേക്ക് പോയ 40ഓളം വിനോദസഞ്ചാരികളും ഇതിൽ ഉൾപ്പെടുന്നു. കഠ്മണ്ഡുവിന് സമീപമാണ് ഇവർ ഉള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർക്ക് സഹായമെത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നോർക്ക അധികൃതർ മനോരമ ഓൺലൈനോട് അറിയിച്ചു. നേപ്പാളിലെ ലോക കേരള സഭ പ്രതിനിധികളുടെയും മറ്റും സഹായത്തോടെയാണ് ഇതിനുള്ള ശ്രമം നടത്തുന്നത്. ഞായറാഴ്ചയാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലുള്ള മലയാളി സംഘം നേപ്പാളിലേക്ക് പോയത്. യുവജന രോഷം കണക്കിലെടുത്ത് തിങ്കളാഴ്ച രാത്രി വൈകി നേപ്പാളിൽ സമൂഹമാധ്യമ നിരോധനം പിൻവലിച്ചെങ്കിലും ഇപ്പോഴും നേപ്പാളിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. റോഡിൽ ടയർ കത്തിച്ചിട്ടും മറ്റുമുള്ള പ്രക്ഷോഭം തുടരുന്നതിനാൽ ഇവർക്ക് പലയിടത്തും യാത്രാ തടസ്സം നേരിടുന്നുണ്ട്. നേപ്പാൾ തലസ്ഥാനമായ കഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രത്തിന് സമീപമാണ് കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ കുടുങ്ങിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെ ഇവർക്ക് തൽക്കാലത്തേക്ക് തങ്ങാൻ ഒരു താമസ സ്ഥലം ലഭിച്ചതായാണ് ഇവരിൽ ചിലർ പങ്കിട്ട വീഡിയോകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.